എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റിക്ക് വേണ്ട പച്ചക്കറിയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ 2 നല്ല എരിവുള്ള പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10-15 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ഭാഗം ക്യാബേജ് അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോളിഫ്ലവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം, അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്ത് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊട്ടറ്റോ ഉടച്ചത് വേണം ചേർക്കാൻ കേട്ടോ. കാരണം കഷ്ണങ്ങളായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലേറ്റിന് ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആ ഉരുളക്കിഴങ്ങിൽ നമ്മുടെ പച്ചക്കറിയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ അതാ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയും ചേർക്കാം. ഞാനിപ്പോൾ ഇതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പം ഈ ഉരുളക്കിഴങ്ങിൻ്റെ പച്ചക്കറിയുടെയൊക്കെ വെള്ളാംശം നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ എല്ലാവരും പാകത്തിനുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇതിന് തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് തണുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന നമ്മുടെ മിക്സ് ഇവിടെ അതാ ചൂടാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് ഡിപ്പ് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ മൈദ ഒരു 1/4 കപ്പ് പച്ചവെള്ളത്തിൽ അതേപോലെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ല ലൂസായിട്ടാണ് കലക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഡിപ്പ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിന് പകരം അപ്പോൾ അത് മേടിക്കാൻ കിട്ടാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 പീസ് ബ്രെഡ് എടുക്കുക. അത് നന്നായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല പൊടി പരുവത്തിന് എടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓണാക്കി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അതാണ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പോർഷൻ ചെറിയൊരു പോർഷൻ എടുക്കുക. അതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മൈദയുടെ ബാറ്ററിലേക്ക് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് എത്തുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 പാത്രത്തിലേക്കുള്ളത് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് 1 മണിക്കൂർ ഫ്രീസറിൽ ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ പലരും പറയാറുണ്ട് ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നു ഈ
കട്ട്ലേറ്റ്. അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് തയ്യാറാക്കിയ ശേഷം 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരിക്കലും പൊട്ടിപ്പോവില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ 1 മണിക്കൂർ സെറ്റാകാൻ വയ്ക്കുകയാണേ. അപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഒന്ന് പുറത്തെടുത്തു. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലുള്ളതേ എടുത്തിട്ടുള്ളൂ. ഒരു പാത്രം അടച്ചിപ്പോഴും ഫ്രീസറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നും ഇതേപോലെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. നമ്മൾ ഇട്ട ഉടനെ തന്നെ തിരിച്ചിടരുത്. അപ്പോൾ അതിനകത്ത് കോട്ടിങ്സൊക്കെ പോവും. അപ്പോൾ അതവിടെ ഒരു വശമായിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ 2 സൈഡ് നല്ല ബ്രൗണിഷ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ വറുത്ത് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുള്ളിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്